ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഞാൻ ഇതിൻ്റെ നോവലിലെ ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എന്തായാലും സീരിയലിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ അലീനിനും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈജയന്തിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. കമല പറയുന്നുണ്ട്, അതെ അവൾ പോയി, ഇതെന്തായാലും പോയ മട്ട് തന്നെയാണ്, നീ ഇപ്പം തന്നെ അവിടേക്ക് പോകുന്നതാ നല്ലത് എന്ന് പറയുമ്പോൾ ഞാനിവിടുന്ന് പോണതാണ് കമലയെടുത്തേക്ക് ഇഷ്ടമല്ലോ. അയ്യോ ഇപ്പൊ തന്നെ പോണെന്ന് വെച്ചാൽ ഇപ്പോഴല്ല വൈജയ്, നാളെ രാവിലെ പോയാൽ മതി. വേണ്ട, ഞാനിപ്പോൾ തന്നെ പോയിക്കോളാം. കാരണം ഇപ്പോൾ അവിടെ ബാലചന്ദ്രൻ ഇല്ലല്ലോ, ഇപ്പം അവിടെ കയറി ചെല്ലാണെങ്കിൽ ആരും എൻ്റെ അടുത്ത് ഇറങ്ങി പോകാൻ വേണ്ടി പറയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പോകുക എന്ന് പറയുന്നുണ്ട്. ശേഷം വൈജയന്തി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ദേ കഷ്ടപ്പെട്ട് അവൾ ഇവിടുന്ന് ഓടിച്ചു, ദേ ഇനി കമലയെടുത്തിൻ്റെ വീട്ടിലേക്ക് വലതുകാലം വെച്ച് അവളെ കയറ്റാതിരുന്നാൽ മാത്രം മതി. അതെന്താ വൈജയ് നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താന്ന് കമലയെടുത്തേക്ക് അറിയില്ലേ? മനുവിന്റെ കാര്യമായിരിക്കും നീ ഉദ്ദേശിച്ചല്ലേ? അവനിങ്ങോട്ട് കയറ്റി തന്നെ. ദേ എന്നെ അവനും അവൻ്റെ അച്ഛനും പേടിയാണ്. ഒരിക്കലും ഞാനുള്ളപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളെങ്ങാനും ഒരു വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറുവാണെങ്കിൽ ഞാൻ പോയി ചാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കട്ടെ നടക്കട്ടെ, എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നൊന്നുമില്ല, എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ പോകുവാണ് എന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മേ ഞാനെന്നാ ഇറങ്ങുവാട്ടോ എന്ന് പറയുമ്പോഴേക്കും അതിനുശേഷം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, അവൾക്ക് എൻ്റെ പഴയ ചരിത്രം എല്ലാം അറിയാം, അതെങ്ങനെയാ അമ്മ അറിയാത്തത്? അമ്മയെങ്ങാനും എപ്പോഴെങ്കിലും അറിയാതെയാണെങ്കിലും അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനോ? എനിക്കത് പറയേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ആങ്ങളമാരൊരിക്കലും അങ്ങനെ പറയില്ല. പിന്നെ അവൾ ഇതെങ്ങനെ അറിഞ്ഞു? അവളതെങ്ങനെ അറിഞ്ഞതെന്ന് എനിക്കറിയില്ല. അല്ല, അവൾ ജനിക്കുന്ന മുമ്പുള്ള കാര്യമാണ്, പിന്നെ അവളതെങ്ങനെ അറിഞ്ഞു? അതെനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരു കാര്യം, അവൾക്ക് നിന്റെ ചരിത്രമൊക്കെ എല്ലാം അറിയാം. അവൾക്ക് വേണമെങ്കിൽ അത് ബാലചന്ദ്രനോട് പറയുകയും ചെയ്യായിരുന്നു, പക്ഷെ അവളത് പറഞ്ഞില്ല. അതുകൊണ്ട് എന്നും നീ അത് മനസ്സിൽ ഭയമായിട്ട് സൂക്ഷിക്കണം. അതെ, ആ ശവമൊന്നും മരിച്ചു പോയാൽ മതിയായിരുന്നു. വൈജയ് ദേ ഇങ്ങനെ പറഞ്ഞ നിന്റെ നാവ് പുഴുത്തു പോടി. അമ്മ എന്തിനാ എന്നെ ശപിക്കണത്? അമ്മക്ക് സ്വന്തം മകളെക്കാൾ ഇഷ്ടം അവളെയാണോ? ആ അനാഥ പെണ്ണിനെ ദേ നല്ലത് കണ്ട നല്ലതാന്ന് പറയണം. അത് അംഗീകരിക്കാൻ കഴിയാത്ത നിന്റെ ഈ മനസ്സാണ് നിന്നെ നശിപ്പിക്കണത് വൈജയ്, അത് നീ മനസ്സിലാക്കും. ശരി, ഞാൻ മനസ്സിലാക്കിക്കോളാം. ശരിയാമേ, എന്ന് ഞാൻ പോകുകയാണ്. ഇപ്പൊ തന്നെ എനിക്ക് അവിടെ എത്തണം. ബാലചന്ദ്രൻ തിരിച്ചു വന്നെ മുമ്പ് അങ്ങോട്ട് പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പെട്ടിയും ബാഗൊക്കെ ആയിട്ട് അവിടെ നിന്ന് പുറപ്പെടുക ബാലചന്ദ്രൻ എത്ര മുമ്പ് തന്നെ നീ വീട്ടിലേക്ക് എത്താനായിട്ട്. അങ്ങനെ ബാലചന്ദ്രനും അലിനും കുറെ ദൂരെ യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും ബാലചന്ദ്രന് ചെറിയ ക്ഷീണം പോലെയൊക്കെ തോന്നുന്നിട്ട് അലീനക്ക് മനസ്സിലാവുന്നു കേട്ടോ. അലീന പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് വണ്ടി എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്താൽ പോരെ? അത് മതി മോളെ, എനിക്കും വല്ലാത്ത എന്തൊരു ക്ഷീണം പോലെ, മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ, അതാ പറഞ്ഞത്. അങ്ങനെ ക്ഷീണോ ഭാരോ വിഷമോ ഒക്കെ തോന്നുവാണെങ്കിൽ, ഡ്രൈവിങ്ങിനിടക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണോ അച്ഛാ എന്ന് പറയാണ്. മോളെന്തായാലും ഇറങ്ങ് എന്ന് പറയാണ്. ഞാൻ കുടിക്കാൻ ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം മേടിക്കുന്നുണ്ട്. അലീനയും ബാലചന്ദ്രനും ആ വെള്ളം കുടിക്കുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട്, അച്ഛാ ഞാൻ ഇതുവരെ അച്ഛനോട് ചോദിച്ചില്ല അച്ഛൻ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ അത്ര വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് മാത്രമേ എന്നെ കൊണ്ടുപോകുള്ളൂ എന്ന് എനിക്കറിയാം. വെറും ഒരു വീട്ടുജോലിക്കാരിയായിട്ടല്ല അച്ഛൻ എന്നെ ഏൽപ്പിക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പറ അച്ഛാ, ഞാൻ ആരെടുത്താ പോകുന്നത്? എനിക്ക് നന്നായിട്ട് അറിയാം. എന്തോ വേണ്ടപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ എൻ്റെ പഴയ കഥയിലെ കഥാപാത്രത്തോടത്തോ ആർത്തുമാണ് അച്ഛൻ കൊണ്ടുപോണത്. ഞാനിത് നേരത്തെ ചോദിക്കാതെ കാരണം അച്ഛന് വിഷമമാകും, അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കും എന്ന് ഉദ്ദേശിച്ചിട്ടായിരുന്നു. പറ അച്ഛാ, അച്ഛൻ ശരിക്കും എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, ഇനി നിന്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കുന്നില്ല മോളെ, നമ്മൾ ഏതാനും മണിക്കൂർ ആകുമ്പോഴേക്കും അവിടേക്ക് എത്തും. അതുകൊണ്ട് നിന്നോട് നേരത്തെ പറയുന്നത് തന്നെയാ നല്ലത്, അല്ലെങ്കിൽ നീ അവിടെ പോകുമ്പോഴേക്കും വല്ലാതെ ഷോക്കാവും. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? പറ അച്ഛാ, നീ സ്റ്റാൻലി ജോസഫ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന ആകെ ഷോക്കാവാട്ടോ. അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയണ്ടേ, എനിക്കറിയാം നീ ആ പേര് ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട്, ആ പേര് നിനക്ക് നന്നായിട്ട് അറിയാം അല്ലേ? സ്റ്റാൻലി ജോസഫ് എനിക്കറിയാം, അതെ നിന്റെ സ്വന്തം അച്ഛൻ. എങ്കിലും നീ അറിഞ്ഞോ, നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്താ ഞാൻ നിന്നെ കൊണ്ടുപോകണത്. അപ്പോൾ അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനെ കണ്ടു എന്നാണോ പറയണത്? അതെ, കാണുക എന്ന് മാത്രമല്ല, സംസാരിക്കുകയും കുറച്ച് പുറത്തൊക്കെ പോവുകയും കുറച്ച് നാളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ആ സൗഹൃദം വളരുന്നുണ്ട് എന്ന് നീ കരുതിക്കോ. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ നിന്നെ കൊണ്ടുപോണത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കാര്യവും അറിയാവോ? എല്ലാം അറിയാം, ഞാനെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് അവൾക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് പോകണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കാന്ന്. അതേ മോളെ അലീനെ, നിന്നെ ഏറ്റെടുക്കാൻ പോണത് നിന്റെ സ്വന്തം അച്ഛൻ സ്റ്റാൻലി ജോസഫാണ് എന്ന് പറയുമ്പോഴേക്കും അലീന ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ. ബാലചന്ദ്രൻ പറയണ്ടേ, എനിക്കറിയാം നീ ആകെ ഷോക്കാവുന്നു, പക്ഷെ നീ ഒന്ന് ഒരു മറുവശത്തെ കൂടി ചിന്തിച്ചു നോക്ക്. നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് നീ പോവാൻ പോണത്. നീ
എത്രമാത്രം സുരക്ഷിതമായിരിക്കും അവിടെ. അത്രമാത്രം സുരക്ഷിതമായിട്ടുള്ളൊരിടം നിനക്ക് വേറെ കിട്ടില്ല മോളെ, അതുകൊണ്ട് ഞാൻ നിന്നെ അവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അലീനയുടെ കണ്ണ് നിറയാട്ടോ. ശേഷം ബാലചന്ദ്രൻ പറഞ്ഞിട്ട് മോള് വാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അലീനെ വീണ്ടും കാറിലെ ഇരുത്താണ്. എന്നിട്ട് ബാലചന്ദ്രൻ വണ്ടി ഇങ്ങനെ കുറെ നേരം ഓടിക്കുന്നുണ്ട്. അപ്പൊ അലീനക്ക് ആകെ ഷോക്കും ആവുന്നുണ്ട്, ഒരു ത്രില്ലും ഉണ്ട്. തന്റെ സ്വന്തം അച്ഛനെ കാണാൻ പോവല്ലേ. പക്ഷെ എത്ര മാത്രമായിരിക്കും തന്റെ വളർത്തച്ഛനായിട്ടുള്ള ബാലചന്ദ്രൻ ഇത് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാകുക എന്ന് അലീനക്ക് നന്നായിട്ട് അറിയാട്ടോ. അലീന പിന്നെ കുറെ നേരത്തേക്ക് ബാലചന്ദ്രനോടൊന്നും മിണ്ടുന്നില്ല. ബാലചന്ദ്രൻ അലീന എടുത്ത് മിണ്ടുന്നില്ല. കാരണം അവർക്ക് എന്താണ് പരസ്പരം സംസാരിക്കേണ്ടതെന്ന് പോലും പിന്നീട് അറിയില്ല. അങ്ങനെ കുറച്ചു ദൂരെ യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മളെ സ്റ്റാൻലി ജോസഫ് നിൽക്കുന്ന ആ ഒരു വീട്ടിലേക്ക് അലീനയും അതുപോലെ തന്നെ ബാലചന്ദ്രനും എത്തുവാട്ടോ. അലീന ഒരു പേടിയോടും എന്തോ ഒരു വല്ലാത്ത ടെൻഷനോടും കൂടി ആ സ്ഥലമെല്ലാം ചുറ്റി നോക്കുകയാണ്. ബാലചന്ദ്രൻ പറയണ്ടേ ഇവിടെ ഇറങ്ങിയാലും കുറച്ചധികം ദൂരം ഉള്ളിലേക്ക് കടക്കാനുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം അലീനെ കൂട്ടിക്കൊണ്ട് സ്ലോ മോഷനിൽ അങ്ങനെ നടന്നു പോകാട്ടോ. അപ്പൊ അവരെത്തുമ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് നായ്ക്കളെല്ലാം കൂടെ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് വാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിന്നെ പോലെ തന്നെയാ നിന്റെ അച്ഛനും, ഇങ്ങനെ നായ്ക്കൾ മൃഗങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമുള്ളതാണ്. അത് ആ സ്വഭാവം നിനക്ക് കിട്ടിയത് എവിടെ നിന്നാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛനിൽ നിന്നിട്ടാ. നിന്നെ കണ്ടപ്പോ തന്നെ കണ്ടില്ലേ, ഇവരെല്ലാവർക്കും മനസ്സിലായി, അവരെല്ലാം നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ മോളെ. പക്ഷെ ഞാൻ വന്നപ്പോ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇവരെല്ലാരും കൂടി എന്നെ സൂക്ഷിച്ചു നോക്കായിരുന്നു. എന്താ പറയണത്, എന്റെ കയ്യിൽ വല്ല ബോംബോ കത്തിയോ ഉണ്ടെന്ന രീതിയിലായിരുന്നു ഇവരുടെയൊക്കെ നോട്ടം. അത്രയ്ക്കും സ്നേഹമുള്ളവരാ. വാ മോള് വാ, ഇനി മോൾക്ക് കൂട്ടായിട്ട് ദേ ഇവരും ഉണ്ടാകും എന്നൊക്കെ പറയാണ്. അലീന എല്ലാവരും ഒന്ന് നോക്കിയതിനു ശേഷം അകത്തേക്ക് കയറാണ്. അലീനക്ക് നല്ല ടെൻഷൻ കേട്ടോ. ആദ്യമായിട്ടല്ലേ തന്റെ അച്ഛനെ കാണാൻ പോകുന്നത്, അതുകൊണ്ട് വല്ലാതെ ടെൻഷനാണ്. അപ്പൊ ബാലചന്ദ്രൻ ചോദിക്കണ്ട മോൾക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ. ഉണ്ടച്ച, ടെൻഷനൊന്നും ആവണ്ട. നോക്ക് എന്നെ പോലെ അല്ലല്ല, എന്നെക്കാളും ഒരുപാട് നിന്നെ സ്നേഹിക്കും നിന്റെ സ്വന്തം അച്ഛൻ. അച്ഛാ ഇങ്ങനെയൊന്നും പറയല്ലേ. എത്ര ഇനി ആരൊക്കെ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞാലും സ്റ്റാൻലി ജോസഫിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിലും എന്റെ സ്വന്തം അച്ഛൻ ബാലചന്ദ്രൻ തന്നെയാണ്. എന്റെ പേരിന്റെ കൂടെ അച്ഛന്റെ പേരായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക എന്നൊക്കെ അലീന വാക്ക് കൊടുക്കേണ്ട ബാലചന്ദ്രന്. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ സ്റ്റാൻലി ജോസഫ് അവിടെ വരുന്നുണ്ട്. അലീന ഞെട്ടിപ്പോവാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ച് അച്ഛൻ പരിചയപ്പെടുത്തുന്നത് ഒരു ബിസിനസ് പാർട്ട്ണറാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇയാളായിരുന്നു തന്റെ അച്ഛനല്ലേ, തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇയാൾ വന്നതല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് അലീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതിനെ കുറിച്ച്. അപ്പൊ അന്ന് കണ്ടത് എന്നെ കാണാൻ വേണ്ടി വന്നതായിരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ മകളാണോ എന്ന് തന്നെ ഉറപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും വന്ന് എന്നൊക്കെ അലീനക്ക് ചില തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. അലീന പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും അച്ഛ എന്ന് വിളിക്കുന്നില്ല. അദ്ദേഹത്തെ ഇങ്ങനെ അതെ ഇതേ എന്ന് മാത്രമേ വിളിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വല്ലാത്ത കൊതിയുണ്ട് അച്ഛന്ന് വിളിക്കണ കേൾക്കണമെന്ന്. പക്ഷെ അലീന അങ്ങനെ പെട്ടെന്നൊന്നും അച്ഛന്ന് വിളിക്കില്ല കേട്ടോ. അലീന അച്ഛന്ന് വിളിക്കുന്നത് മനസ്സുകൊണ്ട് വിളിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രന്റെ മാത്രമാണ്. അങ്ങനെ ഒരുപാട് വേദനയോട് കൂടി തന്നെ ബാലചന്ദ്രൻ നമ്മുടെ ലാലിച്ചന്റെ കൈകളിലേക്ക് അലീനനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭാഗത്തോടെയാണ് നമ്മൾ ഇനിയിപ്പോ മറ്റന്നാളത്തെ എപ്പിസോഡൊക്കെ കടന്നു പോകാൻ പോകുന്നത്. വീട്ടിലെത്തുന്ന ബാലചന്ദ്രൻ ഞെട്ടിച്ചുകൊണ്ട് വൈജയന്തി അവിടെ ഉണ്ട്. നല്ല സന്തോഷമായിട്ടും നല്ല സുന്ദരിയായിട്ടൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കാണ്. ഭയങ്കര സന്തോഷത്തിൽ ബാലചന്ദ്രൻ വലിയൊരു കാര്യം ചെയ്തു വന്നിരിക്കല്ലേ, തന്റെ ആജന്മ ശത്രുവിനെ പുറത്താക്കി കൊണ്ടുവിട്ട് വന്നേക്കണില്ലേ. അതിന്റെ സന്തോഷം കൊണ്ട് നമ്മുടെ വൈജയന്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആഘോഷമാക്കാൻ പോകുക കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡ്സിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.